കുറ്റമുക്തനാക്കപ്പെട്ട ദിലീപിന് ശേഷം കുറ്റമുക്തനാക്കിയതിനു ശേഷം ഉയർന്ന രാഷ്ട്രീയ മേഖലയിലെയും ചലച്ചിത്ര ലോകത്തെയും സംഭവ വികാസങ്ങൾ വെട്ടിലാക്കിയോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, വെട്ടിലാക്കി എന്ന് മാത്രമല്ല, ഒരു വല്ലാത്തൊരു ദിവസം അതിനുവേണ്ടി UDF കൺവീനറെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പകുതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസം ഒരു ഉളുപ്പുമില്ലാതെ, ആ വാക്ക് തന്നെ പറയണം, ഒരു ഉളുപ്പുമില്ലാതെ ഒരു നേതാവ് വന്നെന്ന് പറയുകയാണ് ദിലീപിന് നീതി കിട്ടി. അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വരിയാണ് പ്രധാനപ്പെട്ടത്. ഈ നടിയുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ദിലീപിന് കോടതി വഴി നീതി കിട്ടി എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുശേഷം പിന്നെ ഒരു വരിയൂടെ പറയുന്നുണ്ട്, സർക്കാരിന് അപ്പീൽ പോകാം, അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. കേരളത്തിൽ ഈ കേസിൻ്റെ നാൾ വഴിയിൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും മോശമായി സംസാരിച്ച ഒരു പൊതുപ്രവർത്തകനെ, എന്തൊരു സിനിമാ രംഗത്ത് നിന്ന് പോലും ഇങ്ങനെ അപമാനിക്കുന്ന, അപഹസിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടില്ല. UDF കൺവീനറാണത്രേ. എങ്ങനെ പറയാൻ തോന്നുന്നു? ഓരോരോ വരിയായി എടുത്ത് നോക്കിയാൽ ശരിയാണ്, ദിലീപിന് കോടതി വഴി നീതി കിട്ടിയെന്ന് ദിലീപിന് തോന്നും. നിങ്ങളുടെ അഭിപ്രായം എന്താ? UDF അഭിപ്രായം എന്താ? കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താ? കേരളത്തിൽ നിന്നും ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട MP അഭിപ്രായം എന്താ? ദിലീപിനാണോ നീതി, അതോ ഈ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീക്ക് അനീതി കിട്ടിയെന്നാണോ? കേരളം മുഴുവൻ പറയാതെ പറയുന്നതും പരസ്യമായി പറയുന്നതും ഇത് പകുതി നീതി പോലും ആയിട്ടില്ല എന്നാണ്. അങ്ങനെ ഇരിക്കെ UDF കൺവീനർ, അത് ചെറിയ പദവിയൊന്നുമല്ല, UDF കൺവീനർ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ കുളിച്ച് കുറിതൊട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ദിലീപിന് നീതി കിട്ടി പോലും. എങ്ങനെയാണ് ഇത്തരം ആളുകൾ ഒരു സംവിധാനത്തെ, UDF പോലൊരു സംവിധാനത്തെ നയിച്ചുകൊണ്ട് പോകുന്നത്? ഈ ഇലക്ഷനിലും അടുത്ത നിയമസഭാ ഇലക്ഷനിലും നയിച്ച് തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്ത് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നൊരു സംവിധാനമാണെന്ന് ഓർക്കണം. ഇത് വന്നത് ഉടനെ തന്നെ എല്ലാവരും ഞെട്ടി കേട്ടോ. UDF ആളുകളൊക്കെ പല വഴിക്ക് ഓടുകയായിരുന്നു. ബോംബ് വീണപ്പോൾ ചെതറി പോകുന്നത് പോലെ നാട്ടുകാരൊക്കെ, KPCC പ്രസിഡന്റ് ഒരു വശത്ത്, പ്രതിപക്ഷ നേതാവ് വേറൊരു വശത്ത്, രമേശ് ചെന്നിത്തല മറ്റൊരു വശത്ത്, ഞെട്ടിപ്പോയി. ഇവരെല്ലാവരും വന്നു നിന്ന് അങ്ങനെയല്ല, അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്, ഇതെല്ലാം പറഞ്ഞെങ്കിലും ആ അടൂർ പ്രകാശ് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ചെവിയിൽ നിന്ന് മായാൻ ഒരുപാട് കാലമെടുക്കും. നിരുത്തരവാദപരമായ ഒരു തരത്തിലും ഒരു 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 സഹിഷ്ണുത എന്ന് പറയുന്നതിനപ്പുറം ഒരു ഇരയോട് തോന്നുന്ന ഒരു അനുഭാവം പോലും ഇല്ലാത്ത വളരെ നിർദ്ദയമായൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി ഇന്ന് അദ്ദേഹം നടത്തിയത്. തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞത് നന്നായി എന്ന് എൻ്റെ അഭിപ്രായം. ഓരോരുത്തരുടെ തനി സ്വഭാവം മനസ്സിലാകാനും അതനുസരിച്ച് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പ് ദിവസമല്ലേ നല്ലത്. ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ദിവസമാണല്ലോ. LDF ഒരു പ്രമുഖ നേതാവ്, അദ്ദേഹം ഒരു സമയത്ത് കൺവീനറായിരുന്നു, അദ്ദേഹവും BJP എൻ്റെ വീട്ടിൽ വന്നു ചായ കുടിച്ചു, ഞങ്ങൾ സംസാരിച്ചു പോയി. അതും തെരഞ്ഞെടുപ്പ് ദിവസമാണ് വന്നത്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ദിവസം. നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇത്തരം വെടക്കാക്കി വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിന് തെരഞ്ഞെടുപ്പ് ദിവസം തെരഞ്ഞെടുത്തത് നന്നായി എന്ന് എൻ്റെ അഭിപ്രായം. ജനത്തിന് മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞ് അദ്ദേഹം മലക്കം പറഞ്ഞതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ഇത്രയും പേരുടെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, UDF ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നൊക്കെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അടൂർ പ്രകാശ് കുറച്ച് കഴിഞ്ഞൊന്ന് പറയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇരയുടെ കൂടെയാണ് ഞാൻ. പറഞ്ഞു, ശരിയാ, ദിലീപിന് നീതി കിട്ടിയെന്നാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആകെ പറഞ്ഞത് എനിക്ക് പരിചയമുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന്. കേരളം ഒരു വല്ലാത്ത ഒരു വിധിയുടെ ഞെട്ടലിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പതുക്കെ ഞാഞ്ഞൂളികൾ തല പൊക്കുകയാണ്. ഇനി പതുക്കെ നോക്കിക്കോ, ഇത് കേരളത്തിൻ്റെ ഒരു വിഭാഗത്തിന് ശബ്ദമായി മാറാൻ പോവുകയാണ്. അതിന് രണ്ടാമത്തെ ഉദാഹരണം ഇന്ന് കൊല്ലത്തുണ്ടായി. മുകേഷ് മറ്റൊരു കേസിൽ, ഒരു ബലാത്സംഗ കേസിൽ കുറ്റപത്രം സർക്കാർ കൊടുത്ത്, പോലീസ് കൊടുത്ത്, കുറ്റവാളിയാണെന്ന് പോലീസ് കരുതുന്ന ആ കുറ്റപത്രത്തിൽ വിചാരണ കാത്തു കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് വിധി വന്നതല്ലേ, അപ്പോൾ വിധി വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ, അതിനെക്കുറിച്ച് വിധിക്കെതിരെ വല്ലതും പറയാൻ പറ്റുമോ? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച, പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ഒരു 10 വർഷമായിട്ടപ്പോൾ അദ്ദേഹത്തെ നടനായിട്ട് മാത്രം കണക്കാക്കാനാവില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയം പറയേണ്ട ആളാണ്. മുകേഷ് സിനിമാക്കാരനായിട്ട് മാത്രം മുകേഷിനെ കാണാനും പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തോട് അടുത്ത ചോദ്യം ചോദിക്കുന്നു, അല്ല അദ്ദേഹം അമ്മയിലേക്ക് വരുന്നു, മറ്റ് സംഘടനയിലേക്ക് വരുന്നു, ശരിയാണോ? ഞാനൊരു സാധാരണ പ്രവർത്തകനാണ്, എൻ്റെ ജോലി ഇപ്പോൾ രാഷ്ട്രീയമാണ്, അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയം പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്, ഈ സർക്കാർ അപ്പീൽ പോകുന്നത് പറഞ്ഞല്ലോ, അപ്പോൾ ഉത്തരം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളങ്ങ് അനുസരിക്കുകയല്ലേ വേണ്ടത്. ഇതാണോ CPM നിലപാട്?
സർക്കാർ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അനുസരിക്കുകയാണ് വേണ്ടതെന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കൊല്ലത്ത് നിന്ന് മത്സരിച്ച MLA ആയ MP ആയി മത്സരിച്ച ഒരാൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമേ ഇല്ല, അല്ലെങ്കിൽ ദിലീപിനോട് അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലും ഒരു അനുകൂല നിലപാടിലുമാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് അപ്പോൾ തന്നെ മനസ്സിലാകും. അടുത്ത വരി, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ പോലീസ് ക്രിമിനലാണെന്ന് പറയുന്നു. അതിന് കൊടുത്ത മറുപടി, അത് നമ്മൾ കാണുകയല്ലേ. എന്ത് കാണുകയല്ലേ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ക്രിമിനൽ ആണെന്നാണോ ക്രിമിനൽ അല്ലെന്നാണോ ചോദ്യം? പോലീസുകൾ ക്രിമിനൽ ആണെന്നാണല്ലോ ദിലീപ് പറയുന്നത്. അത് നമ്മൾ കാണുകയല്ലേ, അതൊക്കെ ഇനിയും തെളിയേണ്ട കാര്യങ്ങളല്ലേ. ഓക്കെ, സർക്കാരിന് വേണ്ടി രണ്ടാമത്തെ വരിയിൽ അതൊക്കെ ഇനിയും തെളിയേണ്ട കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഒരു സംശയമുണ്ട്, ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. തെളിഞ്ഞാൽ പോലീസുകാർ ക്രിമിനലാണെന്ന് മനസ്സിലാവും, തെളിഞ്ഞില്ലെങ്കിൽ പോലീസുകാർ ക്രിമിനൽ അല്ല. ഇങ്ങനെ സർക്കാരിൻ്റെ ഒരു സംവിധാനത്തെ, സർക്കാരിൻ്റെ പ്രോസിക്യൂഷനെ, സർക്കാരിൻ്റെ അന്വേഷണ സംഘമായ പോലീസിനെ കൈവിട്ട ഒരു MLA കൊല്ലത്ത് നിന്ന്, ഒരാൾ UDFിൽ നിന്ന് ദിലീപിൻ്റെ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, UDFിൻ്റെ കൺവീനർ പറഞ്ഞതിൻ്റെ 7 അയലത്ത് വരില്ല മുകേഷിൻ്റെ പ്രസ്താവന. അത് നമ്മൾ പണ്ടേ വിട്ടു, അദ്ദേഹത്തിന് വേറെ കേസുമുള്ള ആളാണെന്ന് കൂട്ടിക്കോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിചാരിച്ചത്. പക്ഷേ രണ്ടുപേരും രണ്ട് വശത്ത് നിന്ന് പറഞ്ഞ നിരുത്തരവാദപരമായ പ്രസ്താവന. ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, കേരളത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചില വ്യക്തികൾക്ക്, ഇപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് UDFിൻ്റെ അഭിപ്രായമാണെന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് തന്നെ അറിയാം, അത് രാഷ്ട്രീയമായി അദ്ദേഹം പറഞ്ഞതാണ്, അതൊരു വ്യക്തിയുടെ ആബറേഷനാണ്. അടൂർ പ്രകാശിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഓർക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ വിവാദ കേസുകളിലെല്ലാം പെടുമ്പോൾ നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖ എ ആണെന്ന് പറഞ്ഞ ആദ്യത്തെ നേതാവാണ്. വല്ലാത്തൊരു കണ്ടുപിടുത്തമായിരുന്നു. അവിടെ നിന്നാണ് അടൂർ പ്രകാശിൻ്റെ ആ പ്രസ്താവനയിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കോൺഗ്രസിനകത്ത് പടം നീക്കം തുടങ്ങിയത്. അവിടെ നിന്നാണ് ഓരോരുത്തരായി ഓരോ സൈഡിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നീങ്ങിയത്. അതിനുശേഷമാണ് പാലക്കാട് MLA തലപൊക്കിയത്. അതിനുശേഷമാണ് വേണ്ടപ്പെട്ടവർക്ക് പത്തനംതിട്ടയിൽ എവിടെയാ അടൂർ പ്രകാശിൻ്റെ ഏരിയയിൽ സീറ്റുകൾ കിട്ടിയത്. അവിടെ നിന്നുകൊണ്ടാണ് പാലക്കാടും മറ്റും പ്രചരണത്തിന് അടൂർ പ്രകാശിൻ്റെ ഈ ബലത്തിന് തുടക്കമിട്ട, അവിടെ നിന്ന് തുടക്കിയിട്ട സംഭവത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയത്. ഇത്രയും സംഭവങ്ങളുണ്ട്. ഈ ക്രിസ്തു മതത്തിൽ, ഞങ്ങളുടെ മതത്തിൽ ഈ ഓരോ കാര്യങ്ങൾക്ക് ഓരോ പുണ്യോളന്മാരുണ്ട്. ഇപ്പോൾ അസാധു കാര്യങ്ങളുടെ പുണ്യോളൻ യൂദാ തദേവുസ് ആണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ആശാരിപ്പണിക്കാരുടെ പുണ്യോളൻ എന്ന് പറഞ്ഞാൽ സെൻറ്റ് ജോസഫാണ്. അതുപോലെ ബലാത്സംഗ പ്രതികളുടെ പുണ്യവാളനായി അടൂർ പ്രകാശിനെ പ്രഖ്യാപിക്കണം. കറക്റ്റായിരിക്കും. അസാധ്യ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ബലാത്സംഗ പ്രതികൾ വെളുപ്പിച്ചെടുക്കാൻ ചെന്ന് പറയേണ്ടത് അടൂർ പ്രകാശിന്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുത്തയാളാണ് ദിലീപ്. ഇപ്പോൾ എന്തായാലും ആ കേസിൽ പ്രതിയല്ല, പക്ഷേ അദ്ദേഹത്തെയും അങ്ങനെ ഒരു ബാക്ക് ഹിസ്റ്ററി ഉള്ള ഒരാളെയും, ഇപ്പോൾ ദിലീപ് പ്രതിയല്ലല്ലോ, പക്ഷേ അങ്ങനെ ഒരു ബാക്ക് ഹിസ്റ്ററി ഉള്ള ഒരാളെയും വെളുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ബലാത്സംഗ പ്രതിയുടെയെങ്കിലും പുണ്യവാളനായിട്ട് അടൂർ പ്രകാശിനെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഇതിനിടയ്ക്ക് വിട്ടുപോകരുത്, അതുകൂടെ പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു കേസുണ്ട്. ആ കേസ് പ്രമുഖനായ സംവിധായകൻ PT കുഞ്ഞുമോനെതിരായ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു സ്ത്രീയെ കയറി പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പരാതിയുണ്ട്. ആ പരാതിക്ക് ആസ്പദമായ സംഭവം കഴിഞ്ഞ മാസം ആദ്യം നടന്നു. 27-ാം തീയതി പരാതി ഉണ്ടാകുന്നു. 27-ാം തീയതി ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് പോയത്. 2-ാം തീയതിയാണ് ആ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. 27, 28, 29, 30, 1, 2 7 ദിവസത്തിന് ശേഷം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പരാതി ഉണ്ടായാൽ അപ്പോൾ തന്നെ പോലീസിനെ ഏൽപ്പിക്കണമെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ അസംഖ്യ നിയമങ്ങളും ഈ അടുത്ത കാലത്തായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വേണമെന്ന് പറയുന്ന വഴക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും എത്തിയ കൺസെൻസസും ലംഘിക്കപ്പെടുന്നത്? എന്തിനാണ് 7 ദിവസത്തെ കാത്തിരിപ്പുണ്ടായത്? ഇനി രണ്ടാം തീയതി കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലെത്തുന്ന പരാതി എത്ര ദിവസം കഴിഞ്ഞാണ് അതിൻ്റെ നടപടിയിലേക്ക് കടന്നത്? ആ കാര്യത്തിൽ ഞാൻ സബ്ജക്റ്റ് ടു കറക്ഷൻ ഞാൻ കേൾക്കുന്നത് 5-ാം തീയതി കഴിഞ്ഞിട്ടാണെന്നാണ്. അപ്പോൾ എല്ലായിടത്തും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ കാര്യത്തിൽ വെളുപ്പിച്ചെടുക്കുക, ശരിയാക്കിയെടുക്കുക, രക്ഷപ്പെടാൻ അനുവദിക്കുക. ഇനി രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതൊന്ന് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ നീക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ താരം അടൂർ പ്രകാശാണ്. അത് മറ്റാർക്കും വിട്ടുകൊടുക്കാനാവില്ല. ഒരു 1.5 പ്രസ്താവനയാണ്. അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ UDF അനുഭവിച്ചില്ലെങ്കിൽ ഭാഗ്യം എന്നേ പറയാൻ. Meet the editors.